ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണം കോൺഗ്രസ് വിമത മുന്നണിക്ക് 11 സീറ്റുകളിലേക്കായി നടന്ന മത്സരത്തിൽ മുഴുവൻ സീറ്റുകളിലും വിമത മുന്നണി വിജയിച്ചു. 61 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നത്. വിജയം അംഗീകരിക്കില്ലെന്നും വിജയം റദ്ദാക്കണമെന്നും കോൺഗ്രസ് പറഞ്ഞു. സംഘർഷങ്ങൾക്കും ഏറെ നാടകീയ രംഗങ്ങൾക്കും ഒടുവിലാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ 8 മണിക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതു മുതൽ പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPM പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് വിമതരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും നടന്നു. സംഘർഷത്തിൽ BJP പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു. വോട്ട് ചെയ്യാനെത്തിയവരുമായി വരികയായിരുന്ന വാഹനത്തിന് നേരെയും കല്ലേറുണ്ടായി. തെരഞ്ഞെടുപ്പിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും 200 പോലീസുകാരെ മാത്രമാണ് പ്രദേശത്ത് വിന്യസിപ്പിച്ചതെന്ന് കോൺഗ്രസ് ആരോപണമുന്നയിച്ചു. പോലീസ് പൂർണ്ണമായും ഏകപക്ഷമായി പ്രവർത്തിച്ചു. വന്നു ചേരുന്ന വോട്ടർമാരെ എല്ലാം തന്നെ അടിച്ചോടിച്ചു. യഥാർത്ഥ വോട്ടർമാരെ ആരെയും തന്നെ വോട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് പോലീസിൻ്റെയും സഹകരണ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ CPM അഴിഞ്ഞാടി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അക്രമത്തിലൂടെ സംഘം പിടിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായം CPM തുടക്കം കുറിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നീക്കം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും UDF നടത്തും. കോൺഗ്രസ് പാനലും CPM പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് വിമതരും തമ്മിലായിരുന്നു മത്സരം. ബാങ്ക് ഭരണസമിതി എന്ന പേരിലാണ് വിമതർ CPM പിന്തുണയോടെ മത്സരിച്ചു ജയിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അട്ടിമറി നടന്നിട്ടുണ്ടെന്നും നിയമപോരാട്ടം നടത്തുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.